മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസ്കർ 107.8. നിയമപാഠത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരള പോലീസ് ആക്ടിനെ കുറിച്ചാണ്, പോലീസിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്, പോലീസിൻ്റെ നടപടികളെക്കുറിച്ചാണ്. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യേണ്ട അവസരങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകളുടെ മാന്യതയെയും മര്യാദയെയും കണക്കിലെടുക്കേണ്ടത് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും കടമയാണ്. അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറുടെ പദവിക്ക് താഴെ അല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ വാറണ്ടോട് കൂടിയോ വാറണ്ട് ഇല്ലാതെയോ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം പദവിയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തില്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യവുമാണെങ്കിൽ ഒരു ഹെഡ് കോൺസ്റ്റബിളിന് അറസ്റ്റ് നടത്താവുന്നതാണ്. അറസ്റ്റ് നടത്തേണ്ടുന്നത് ബന്ധുക്കളായ മുതിർന്ന പുരുഷന്മാരുടെയോ ഉത്തരവാദിത്തപ്പെട്ട നഗര ഗ്രാമ ഉദ്യോഗസ്ഥന്മാരുടെയോ സാന്നിധ്യത്തിലായിരിക്കണം. സ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ആ വിവരം ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കേണ്ടതാണ്. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഹെഡ് കോൺസ്റ്റബിളാണ് എങ്കിൽ റിപ്പോർട്ടിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം കൂടി കാണിക്കേണ്ടതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയുടെ ദേഹപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവളുടെ മാന്യതയ്ക്ക് യാതൊരു കോട്ടവും വരാത്ത തരത്തിൽ മറ്റൊരു സ്ത്രീ തന്നെയായിരിക്കണം ദേഹപരിശോധന നടത്തേണ്ടുന്നത്. മെഡിക്കൽ പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിലും ഒരു വനിതാ ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം പരിശോധന നടത്തേണ്ടുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പേരും സ്ഥാനപ്പേരും ഉൾപ്പെട്ട നെയിം ടാഗ് മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ ധരിക്കേണ്ടതാണ്. അറസ്റ്റ് ചെയ്യുന്ന സമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ കുടുംബാംഗത്തെ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ മാന്യനായ ഒരു വ്യക്തിയെ കൊണ്ടോ സാക്ഷ്യപ്പെടുത്തേണ്ടുന്നതും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അതിൽ സമ്മതിച്ച് ഒപ്പുവെക്കേണ്ടതുമാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന തീയതിയും സമയവും കാണിക്കേണ്ടതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സുഹൃത്തിനെയോ ബന്ധുവിനെയോ അറസ്റ്റിനെക്കുറിച്ചും തടങ്കലിൽ കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അറിയിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ ഈ വിവരത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടതാണെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. ഉത്തരവാദിത്തപ്പെട്ടവരെ ഈ വിവരം അറിയിക്കുവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടണം. തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുള്ള ഡയറിയിൽ അറസ്റ്റിനെക്കുറിച്ചും വിവരം അറിയിക്കപ്പെട്ട ബന്ധുവിനെയോ സുഹൃത്തിൻ്റെയോ പേരും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും വിവരവും ചേർക്കേണ്ടതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ചോദ്യം ചെയ്യൽ നടക്കുന്ന അവസരങ്ങളിൽ ചോദ്യം ചെയ്യലിൽ ഉടനീളമല്ലെങ്കിൽ കൂടി അയാളുടെ വക്കീലിനെ കാണാവുന്നതാണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെൻറ്റ് തല ശിക്ഷയ്ക്ക് വിധേയനാകുന്നതിന് പുറമെ കോടതിയെ ധിക്കരിച്ചതിനും കുറ്റക്കാരനായിരിക്കും എന്നുള്ളതാണ് ഈ നിയമം വളരെ കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നത്. ഈ നിയമത്തിൻ്റെ 29-ാം വകുപ്പ് പോലീസുകാരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സമൻസ് കൃത്യമായി എത്തിക്കുക, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചോ നടത്തുവാനുള്ള പദ്ധതിയെക്കുറിച്ചോ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും മേലധികാരികളുടെ ഉത്തരവിനനുസൃതമായും നിയമപരമായും കുറ്റക്കാർക്കെതിരെ നടപടികളെടുക്കുകയും കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യേണ്ടുന്നത് പോലീസിൻ്റെ ചുമതലയിൽപ്പെടും. പൊതുശല്യം ഉണ്ടാക്കുന്നത് തടയേണ്ടുന്നത് പോലീസാണ്. നിയമാനുസൃതമായി തടഞ്ഞു വയ്ക്കാവുന്നവരെ തടഞ്ഞു വയ്ക്കുവാൻ പോലീസിന് ചുമതലയുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുവാനുള്ള ശ്രമത്തെ തടയാൻ പോലീസ് ഇടപെടണം. തെരുവീഥികളിൽ അവശരും നിസ്സഹായരുമായവർക്ക് സഹായം നൽകേണ്ടുന്നത് പോലീസിൻ്റെ ചുമതലയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യേണ്ടുന്നതും പോലീസ് തന്നെയാണ്. പോലീസ് ആക്ട് ഇതെല്ലാം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. റോഡുകളിലെ ഗതാഗതം നിയന്ത്രിക്കുക, റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിയമലംഘന പ്രവർത്തനങ്ങളെ തടയേണ്ടുന്നതും പോലീസ് തന്നെയാണ്. സ്വയം കണ്ടെടുത്തതും മറ്റാരെങ്കിലും കണ്ടെടുത്ത് തന്നെ ഏൽപ്പിച്ചതുമായ ഉടമസ്ഥരില്ലാത്ത വസ്തുക്കളെ സൂക്ഷിക്കുക, കാലവിളംബം കൂടാതെ അവയുടെ കണക്ക് വിവരം മജിസ്ട്രേറ്റിനെ അറിയിക്കുക, ഇവയും പോലീസിൻ്റെ ചുമതലകൾ തന്നെയാണ്. സർക്കാർ വക കെട്ടിടത്തിലോ അതിലിരിക്കുന്ന പുരയിടത്തിലോ സർക്കാർ വക ബോട്ടിലോ വാഹനത്തിലോ ഉള്ള അനധികൃത പ്രവേശനത്തെ തടയുവാനും പോലീസിന് ബാധ്യതയുണ്ട്. നിലവിലുള്ള നിയമപ്രകാരം തന്നെ നിക്ഷിപ്തമായിട്ടുള്ള മറ്റെല്ലാ ചുമതലകളും ചെയ്യേണ്ടുന്നത് പോലീസ് തന്നെയാണ്. മോഷണ വസ്തു എന്ന് സംശയിക്കാവുന്ന ഏതെങ്കിലും വസ്തു തെരുവിലോ പൊതുസ്ഥലത്തിലോ ആരെങ്കിലും കൈവശം വെച്ചിരിക്കുന്നു എന്നോ ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ അവ കണ്ടെടുക്കുവാനും പരിശോധിക്കുവാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവകാശമുണ്ട്.
കോൺസ്റ്റബിളിന് മുകളിൽ പദവിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് മദ്യമോ മറ്റു ലഹരി സാധനങ്ങളോ സൂക്ഷിക്കുന്നതിനും വിൽക്കുന്നതിനുമായ കട വാറണ്ടില്ലാതെ പരിശോധിക്കാം. ചൂതാട്ട കേന്ദ്രങ്ങളിലും നടപടി ദൂഷ്യമുള്ളവരുടെ സങ്കേത സ്ഥലങ്ങളിലും വാറണ്ടില്ലാതെ പ്രവേശിച്ച് പരിശോധന നടത്തുവാൻ പോലീസിന് അധികാരമുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന് വിവരങ്ങൾ ധരിപ്പിക്കാവുന്നതും കുറ്റം ചെയ്ത വ്യക്തിക്കെതിരെ സമൻസിനോ വാറണ്ടിനോ സെർച്ച് വാറണ്ടിനോ മറ്റു നിയമ നടപടികൾക്കോ വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. നമ്മൾ കേരള പോലീസ് ആക്റ്റിൽ പോലീസിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം.